വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്, കയറിയിട്ടുള്ളവരുമുണ്ട്. നമുക്കൊരിക്കലും സ്വപ്നം കാണാൻ മേലാത്തൊരു കാര്യമായിരുന്നു അങ്ങനെയുള്ള ട്രെയിനുകൾ. നമുക്ക് പഴയ ട്രെയിൻ, അതാണ് നമ്മുടെ മനസ്സിലെ സങ്കല്പം. ഏക്കാലം പെട്ടെന്ന് ആ സങ്കല്പമൊക്കെ മാറ്റിയത് വന്ദേ ഭാരത് വന്നേ പിന്നെയാണ്. ഇന്ത്യയുടെ നോർത്ത് സൈഡിലോട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് കേരളത്തിലും ഒരെണ്ണം വരണം, അതിൽ നിന്ന് യാത്ര ചെയ്യണം. പക്ഷേ അവിടുത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്, ഒരുപാട് കംപ്ലയിൻറ്റ്സ്. പക്ഷേ ഈ കംപ്ലയിൻറ്റ്സ് ഒന്നും അംഗീകരിക്കാൻ റെയിൽവേ തയ്യാറുമല്ല. വിത്ത് എവിഡൻസ് നമ്മൾ കണ്ടിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എന്ത് മാത്രമുണ്ട്. ഭക്ഷണം എന്ന് പറയുന്ന സാധനം നമ്മൾ പൈസ മുടക്കിയിട്ടാണ്. പോയവർക്കറിയാം നല്ല എക്സ്പെൻസീവാണ്, സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു റേറ്റ് ഇല്ല. കാരണം അത് അതിവേഗ യാത്രയാണ്, അങ്ങനെ പൈസ മുടക്കി യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ തരുന്ന പൈസയ്ക്ക് അവർക്ക് ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ നേരത്തെ പ്രീ ബുക്ക് ചെയ്യുന്ന പോലെ ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിക്കാൻ തരുന്ന ഫുഡിൻ്റെ അകത്ത് എന്താണ്, നമ്മൾ പൈസ മുടക്കിയാലും നമുക്ക് തരുന്ന ഫുഡ് വേസ്റ്റാണോ? എന്നാൽ പിന്നെ വേസ്റ്റ് വാരി കൂടുതലിട്ടുണ്ടോ ഒന്ന് ട്രെയിനിലിരുന്ന് കഴിച്ചാൽ മതില്ലേ? നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ പണം മുടക്കിയാലും നമുക്ക് നല്ലൊരു സർവീസ് തരാൻ പൊതുവെ മടിയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? അത് ഗവൺമെൻറ് സെക്ടറാണെങ്കിലും പ്രൈവറ്റ് സെക്ടറാണെങ്കിലും ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, ഒരു വിഭാഗം അവർ സർവീസ് കൊടുക്കാൻ മടിക്കുന്നു. പൈസ എണ്ണി മേടിക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ്. നമ്മളുടെ വയറ്റിലോട്ടിടുന്ന സാധനം ഇത് കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് അസുഖമുണ്ട്, മരണം എന്തെങ്കിലും ഉണ്ട്, ആര് സമാധാനം പറയും? കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, അവിടെയൊക്കെ സെൻസിറ്റീവ് ബോഡിയാണ്. ഈ കംപ്ലയിൻസിനെ കുറിച്ച് പറയുമ്പോൾ റെയിൽവേ എപ്പോഴും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടാണെങ്കിലും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടാണെങ്കിലും സർവീസ് നല്ലതായി കൊടുത്താലേ ഉള്ളൂ ഒരു രാജ്യത്തിൻ്റെ വികസനം മുമ്പോട്ട് വരുള്ളൂ. കാരണം രാജ്യത്തിനകത്ത് നമുക്ക് സഞ്ചരിക്കണ്ടേ, എല്ലാവർക്കും സ്വന്തം കാറും ബൈക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. സാധാരണക്കാർക്കും കൈ പൈസ ഉള്ളവർക്കും ഒക്കെ യാത്ര ചെയ്യാൻ എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ലതാണ്. നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ അവർ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ലക്ഷറിയാണ് കൊടുക്കുന്നത്, അല്ലാതെ ഈ ഉടായ്പ പരിപാടികളൊന്നും ഇല്ല. കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല സർവീസാണ് അവർ കൊടുക്കുന്നത്. ഈ സർവീസ് നമുക്കും വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസയല്ലേ? ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. വന്ദേ ഭാരത് ട്രെയിനുകളിലെ പഴകിയ ഭക്ഷണം സംബന്ധിച്ച പരാതി കിട്ടിയില്ലെന്ന റെയിൽവേയുടെ വാദം പൊളിയുന്നു. കേരളത്തിൽ ഓടുന്ന വന്ദേ ഭാരതിൽ നിന്നും 9 മാസത്തിനിടെ 319 പരാതികൾ റെയിൽവേക്ക് ലഭിച്ചതായുള്ള വിവരാവകാശ രേഖ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. പരാതിയെ തുടർന്ന് 4 മാസത്തിനിടെ 14,87,000 രൂപ പിഴ ചുമത്തിയെന്നും വിവരാവകാശ രേഖയിലുണ്ട്. ടി വി പ്രസാദ് നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, കൊച്ചിയിലെ വന്ദേ ഭാരതിന്റെ ഫുഡ് ഒരുക്കുന്ന വൃന്ദാവൻ എന്ന് പറയുന്ന ഫുഡ് പ്രൊഡക്ട്സിൽ കണ്ട പഴകിയ ഭക്ഷണങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത്. എന്നിട്ടും പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന നിലപാടാണ് ആദ്യം റെയിൽവേ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ വിവരാവകാശ രേഖയിൽ പറയുന്നത് എന്താണ്? ടി വി പ്രസാദ്. അരുൺ, ഗുരുതരമായ കാര്യമാണ് ഈ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരുന്നത്. അരുൺ, അതായത് നമുക്കറിയാവുന്നതുപോലെ വന്ദേ ഭാരതിൽ നേരത്തെ കൊച്ചിയിലുണ്ടായ അനുഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ മോശം സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുക, അത് വിതരണം ചെയ്യാൻ കൊണ്ടുപോവുക, കുടിവെള്ളത്തിന്റെ ടാങ്ക് പോലും ഒന്ന് വൃത്തിയാക്കിയില്ല എന്നതിന്റെ തെളിവുകളാണ് അവിടെ നിന്ന് പുറത്തു വന്നതെങ്കിൽ ഒരു പരാതിയും കിട്ടിയില്ല എന്ന വാദത്തിലായിരുന്നു ഇത്രയും കാലം റെയിൽവേ നിന്നിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 9 മാസത്തിനിടെ 319 പരാതികളാണ് റെയിൽ മദത് ആപ്പിൽ ഉൾപ്പെടെ റെയിൽവേക്ക് കിട്ടിയത് എന്നതിന്റെ വിവരാവകാശ രേഖകളാണ് പുറത്തു വന്നത്. മാത്രമല്ല അരുൺ, ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 4 മാസങ്ങളിൽ 14,87,000 രൂപയാണ് പിഴയടപ്പിച്ചത് ഈ കമ്പനിയെ കൊണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു പിഴയടച്ചു കഴിഞ്ഞാൽ രണ്ടാമതും ആ തെറ്റ് ആവർത്തിച്ചാൽ ആ കമ്പനിയെ യഥാർത്ഥത്തിൽ വിലക്കേണ്ടതാണ്, അതിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. പക്ഷെ ഭീമാകാരനായ ഈ ഗ്രൂപ്പ് രാജ്യത്തെ ഏതാണ്ട് മുഴുവൻ റെയിൽവേ ശൃംഖലകളെയും പിടിച്ചടക്കുന്ന രീതിയിലുള്ള ഭക്ഷണ വിതരണക്കാരനാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇദ്ദേഹത്തിനെതിരെ, ഈ കമ്പനിക്കെതിരെ ഒരു നടപടിയും റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥരും സ്വീകരിക്കില്ല എന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. കാരണം അരുൺ, പല തവണയായി നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലോടുന്ന വന്ദേ ഭാരതിൽ തന്നെ നിരവധി തവണ പഴകിയ ഭക്ഷണങ്ങൾ കൊടുത്തു, ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണങ്ങൾ കൊടുത്തു, വളരെ മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്കുണ്ടായി. ഇവരെല്ലാവരും കൂട്ടത്തോടെ പരാതി കൊടുത്തു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പക്ഷേ എന്നിട്ടും ഈ കരാർ കമ്പനി അതുപോലെ തുടരുന്നു എന്നുള്ളതാണ്. ഈ കരാർ കമ്പനി അവരുടെ ബിനാമി കമ്പനികളായി പല ട്രെയിനുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. രാജ്യത്തിന്റെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ റെയിൽവേകളിലും വലിയ സ്വാധീനമുള്ള ഈ കമ്പനിക്കെതിരെ കാര്യമായ ഒരു നടപടിയും ഇന്നേ വരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ വന്ദേ ഭാരതിലാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തിന്റെ ഒന്നിച്ചാണ് പലപ്പോഴും നമ്മൾ ഭക്ഷണം ബുക്ക് ചെയ്യുന്നത്. വളരെ നല്ല ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ പല യാത്രക്കാരും ഇത് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് കിട്ടിയ ഭക്ഷണം വളരെ മോശമാണെന്ന് അറിയുന്നതും പിന്നീട് പരാതി കൊടുക്കുന്നതും. ഇങ്ങനെ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ മുഖത്ത് നോക്കിയാണ് ആ കമ്പനിക്കാരനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു മറുപടി രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 319 പരാതി 9 മാസത്തിനിടെ കിട്ടിയിട്ടും റെയിൽവേ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് അരുൺ. യഥേഷ്ടം ഇപ്പോഴും അതേ കമ്പനി ഭക്ഷണം ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ,
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടി വി പ്രസാദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ? കേരളത്തിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ 2 തവണയും കിട്ടിയ ഭക്ഷണം മോശമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വായി വെക്കാൻ കൊള്ളാത്ത ഭക്ഷണമായിരുന്നു. മാത്രമല്ല അത് പഴകിയതാണെന്ന് പോലും സംശയമുണ്ടായിരുന്നു. 2 തവണയും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലൈന്റുകൾ പലതവണയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പക്ഷേ വിവരാവകാശ രേഖയിൽ കൃത്യമായിട്ട് പറയുന്നു 15 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഇപ്പോൾ റെയിൽവേ ഇവരെ കൊണ്ട് പിഴ അടപ്പിച്ചത് എന്നാണ്. എന്നിട്ടും അത് നന്നാവുന്നില്ല എന്നുള്ളതാണ്. ഒടുവിൽ കുടിക്കുന്ന സുരേഷൊക്കെ MP ഒക്കെ ഇടപെടുന്നതും പ്രേക്ഷകർ കണ്ടതല്ലേ ഈ വിഷയത്തിൽ. നമ്മൾ കാശ് കൊടുത്തിട്ട് യാത്ര ചെയ്യുന്ന സ്ഥാപനങ്ങളല്ലേ, ആ വണ്ടിയിൽ അത്യാവശ്യം വായിക്ക് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം, നായ്ക്ക് ഈ നാവിന് രുചിയുള്ള ഭക്ഷണം എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. മോശമല്ലാത്ത ഭക്ഷണം കൊടുക്കാനുള്ള ബാധ്യത റെയിൽവേക്കില്ലേ? റെയിൽവേ മിനിസ്റ്ററൊക്കെ ഈ വാർത്തയിൽ കേൾക്കുന്നുണ്ട്. ഈ മോൾ ഇഷ്യൂസൊക്കെ അവർ അറിയുന്നുണ്ട്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ റെയിൽവേ മിനിസ്റ്ററിനെ അവിടുത്തെയുള്ള ജീവനക്കാരെയൊക്കെ പിടിച്ച് ഈ ഭക്ഷണം കഴിപ്പിക്കണം. പിന്നെ ആ വിതരണക്കാരനെ അയാളെയും വിളിച്ച് കഴിപ്പിക്കണം. കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറയണം. നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യമായതുകൊണ്ടാണല്ലോ ഇവരെല്ലാം ഇങ്ങനെ. ഇപ്പോൾ ഇവർ യൂറോപ്യൻ കൺട്രീസിലോ UAE ആണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ പരിപാടി കാണിക്കുമോ? ഇല്ല, ചെയ്യില്ല. ഇവിടെ എന്തും പോതും. രാഷ്ട്രീയ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിയിലോട്ട് ഇച്ചിരി സംഭാവനയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തുവാക്കാം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഈ പറയുന്ന റെയിൽവേക്ക് ഫുഡ് കൊടുക്കുന്ന ഇവർ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ എല്ലാം മിനിസ്റ്റേഴ്സിൻ്റെ വല്ല ബിനാമിയാണോ അയാൾ? ഒന്നും അറിയത്തില്ല. ഏക്കാലം അനുഭവിക്കുന്ന മുഴുവൻ ജനതയാണ്. പൈസ കൊടുത്താലും തിന്നാൻ, അങ്ങനെ തന്നെ തിന്നാൻ നല്ല എന്തെല്ലാം കിട്ടുമോ? കുടിവെള്ളം എല്ലാം പൈസ കൊടുത്താൽ കുടിക്കാൻ കിട്ടുമോ? ഇനി അതിൻ്റെ അകത്തും എല്ലാം കലക്കിയാണ്. ആർക്കും കഴുകാറില്ലെന്നല്ലേ പറയുന്നത്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അറ്റ്ലീസ്റ്റ് ഈ ജനതയോട് കുറച്ചല്ലേ ഒരു സ്നേഹം കാണിച്ചില്ലെങ്കിലും ഒരു അലിവെല്ലാം കാണിക്കുക. ഈ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പലരും പെരുമാറുന്നത് തന്നെ ശത്രുക്കളെപ്പോലാണ് അവർ നമ്മളെ കാണുക. TTR ഒക്കെ പലപ്പോഴും TTR ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റില്ല, ശരിയാണ്, പക്ഷേ അടിക്കുക, തൊഴിക്കുക, എന്താണിതൊക്കെ? കേരളത്തിലാണ് പിന്നെയും കുറവുള്ളത്. അന്യ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മർദ്ദിക്കണം. പിന്നെ അവിടെ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുക്കത്തില്ല. ഒരുപാട് ഗാവ് കയറിയോട്ടൊക്കെ ചെന്ന ആൾക്ക് ടിക്കറ്റ് പോലും എടുക്കാതാണ് കയറുന്നത്. ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ എൻ്റെ അങ്ങ് പോവുകയുള്ളൂ. നല്ലൊരു വികസനമാണ് വന്ദേ ഭാരത് എന്നുള്ളൊരു കോൺസെപ്റ്റ്. നമ്മളൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു ട്രെയിൻ ഇന്ത്യയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ട്രെയിൻ വന്നു, സന്തോഷമുണ്ട്. ഇനി അതിൽ കൂടുതൽ വേഗത്തിൽ വരണം. ഈ വേഗത്തിൽ നിന്നൊരു വേഗതയല്ല, മറ്റു രാജ്യങ്ങളോട്ട് കമ്പയർ ചെയ്യണം. നമ്മളപ്പം ജപ്പാനുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് പുതിയ ബുള്ളറ്റ് ട്രെയിനുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ വരുമ്പോൾ ഇവരെ കൊണ്ടാണ് ഫുഡ് സർവീസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഫുഡ് കൊണ്ട് കൊടുത്തു കഴിയുമ്പം ഒരു വിദേശീയരൊക്കെ വരുമ്പോൾ ഇന്ത്യയിലെ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് എന്താ തോന്നുന്നത്? ഇത്രയും ചീപ്പായിട്ടാണോ ഇന്ത്യ ഫുഡ് നൽകുന്നത്? കാരണം പൈസ എണ്ണി കൊടുത്തിട്ടാണ്. വന്ദേ ഭാരതിൽ ചെറിയൊരു യാത്ര നടത്തണമെങ്കിൽ പോലും 10-400 രൂപയാവും. കയറുമ്പം 3 മക്കളെയും ഭർത്താവും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് കയറുമ്പോൾ അവർക്കൊരു 12,000 രൂപ എക്സ്പെൻസ് ആവുന്നതാണോ? കുറേ ആദ്യത്തെ 1-2 പിഴവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും ഇനി മറ്റ് ട്രെയിനുകളിലൊക്കെ തരുന്ന അവരുടെ പാൻട്രി സർവീസൊക്കെ എന്ത് വൃത്തികേടാണ്. ട്രെയിനിൻ്റെ അകത്തെ ബാത്റൂമിൻ്റെ അകത്തോട്ട് പ്രോപ്പറായിട്ട് വെള്ളം പോലും എത്തിക്കാനുള്ള ഒരു ചുമതല പോലും റെയിൽവേ ചെയ്യുന്നില്ല. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ എന്ത് മോശമാണ് റെയിൽവേ. രാത്രി കിടക്കണമെന്നുണ്ടെങ്കിൽ അവർ വരുന്ന ആ പുതപ്പം എന്ത് കഴുകാറ് പോലും ഇല്ല. നമ്മൾ കൊടുക്കുന്ന പൈസയല്ല, പുളിങ്കുരു ഒന്നുമല്ലല്ലോ. എന്ത് സർവീസാണ് കൊടുക്കുന്നത്? കാരണം ഞാൻ കുറേ ട്രെയിനിൽ കോട്ടയക്കാരനാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ലോങ് ബോർഡ് എനിക്കൊരു പ്രത്യേക മണമുണ്ട്, ഒരു പ്രത്യേക പെർഫ്യൂമുണ്ട് ഇന്ത്യൻ റെയിൽവേക്ക്. ആ പെർഫ്യൂം ആ റെയിൽവേ മിനിസ്റ്ററിന് അറിയാൻ നടത്തില്ല. ഇന്ത്യ ഒട്ടാകെ ട്രെയിനിൽ യാത്ര ചെയ്താൽ തന്നെ മണം കിട്ടും. വളരെ എക്സ്പെൻസീവാണ് അപ്പം മണം. കാരണം എക്സ്പെൻസീവ്, നമ്മുടെ ടിക്കറ്റും നമ്മുടെ സമയമൊക്കെ ചിലവഴിച്ചിട്ടാണ് ആ ട്രെയിനിൽ കയറിയാണ് നമ്മൾ ആ മണം അടിക്കുന്നത്. അപ്പം നല്ല എക്സ്പെൻസീവ് മണമാണ്. എന്ത് സർവീസാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി സാറേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെയിൽവേയിലെ ഡ്യൂട്ടി നിൽക്കുന്ന ഓഫീസറിൻ്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ വേണമെങ്കിൽ എതിർക്കുക വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.